നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണല്ലേ, കൊച്ചേ നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടാറുണ്ടോ? ഇവിടുത്തെ ഫുഡ് സാധനങ്ങളൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് കൊതിയാവത്തില്ലേ? ഇനി അഥവാ നിങ്ങൾ അതൊക്കെ വീട്ടിൽ വെച്ചാൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മസാലയും പൊടികളും ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടാറുണ്ടോ? കപ്പയൊക്കെ അവിടെ കിട്ടുമോ? നമ്മുടെ നാട്ടിലെ അരി കിട്ടുമോ? ഇങ്ങനെ 100 ചോദ്യങ്ങൾ നമ്മുടെ ബന്ധുക്കളും കൂട്ടുകാരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ടല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ കുട്ടീസിനെയും കൂട്ടിയിട്ട് ഇവിടുത്തെ ഇന്ത്യൻ കടയുടെ ഒരു മിനി വീഡിയോ ചെയ്യാമെന്ന് കേട്ടോ. നാട്ടിലുള്ളവർക്കൊക്കെ കാണാമല്ലോ നമ്മളിവിടെ എന്തൊക്കെയാണ് വാങ്ങുന്നത്, നമ്മുടെ കടയിൽ എന്തൊക്കെ കിട്ടും എന്നൊക്കെ. ഏതായാലും ഇന്ന് ശനിയാഴ്ചയാണ്, അപ്പോൾ പിന്നെ നമ്മൾ ഏതായാലും ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നതുകൊണ്ട് ആ കൂടി ഒരു വീഡിയോ എടുത്തേക്കാന്ന് വെച്ച്. ഇത് നമ്മുടെ വീടിനടുത്തുള്ള വോൾസെൻ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. യൂഷ്വലി നമ്മൾ ഇന്ത്യൻ ഗ്രോസറി ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള കൈരളി എന്ന് പറഞ്ഞ റോയ് ചേട്ടൻ്റെ ഒരു ഷോപ്പിലാണ് കേട്ടോ വരുന്നത്. നമ്മളതിനെ മലയാളി കട എന്നാണ് വിളിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു കടയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിട്ടും. ആക്ച്വലി നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പം ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ കാണുമ്പം നമുക്കിതെല്ലാം കൂടെ മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് തോന്നും കേട്ടോ. നമ്മുടെ കുട്ടീസിന് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നാട്ടിൽ പോയി തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേനും നാട്ടിൽ കാണുന്ന അതേ ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും ഒക്കെ ഇവിടെ കാണുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ പോയത് മസാലപ്പൊടികളും സ്പൈസസും ഒക്കെ ഇരിക്കുന്ന റാക്കിനടുത്തേക്കാണ് കേട്ടോ. ഒരുമാതിരിപ്പെട്ട എല്ലാ ടോപ്പ് ബ്രാൻഡ്സിൻ്റെയും മസാല പൗഡേഴ്സ് സ്പൈസസും ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. സാറാസ്, ഈസ്റ്റേൺ, പട്ടു, പാലറ്റ്, നിറപ്പറ, ഡെയിലി ഡിലൈറ്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മൾ നാട്ടിലാണെങ്കിലും ഒന്ന് ഓർത്ത് നോക്കിയേ, മുളകും മല്ലിപ്പൊടിയും ഒക്കെ ഫ്രഷ് ആയിട്ട് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച് നമ്മൾ യൂസ് ചെയ്യുക ചെയ്യുന്നല്ലേ. അതിൻ്റെ ഒരു പ്രത്യേക മണവും രുചിയും ഒക്കെ തന്നെയല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഷോപ്പിൽ നിന്നാണ് എല്ലാം വാങ്ങുന്നത്. ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ ആക്ച്വലി അങ്ങനെ അധികം ഗ്രോസറി ഷോപ്പിങ്ങിനൊന്നും പോയിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒന്നുകിൽ പേരൻസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കും ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത്. പക്ഷേ വെളിയിൽ താമസിക്കുന്നവർക്കറിയാം അവൈലബിൾ ആയിട്ടുള്ള ഒരാൾ കുഞ്ഞുങ്ങളെയും കുട്ടി ഷോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൊരു ഓപ്ഷൻ. നമ്മുടെ വീട്ടിലെല്ലാവർക്കും പുട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് പുട്ടുപൊടി വാങ്ങാനായിട്ടാണ് കേട്ടോ ഞാൻ അടുത്തതായിട്ട് പോയത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ എപ്പോഴും കൺഫ്യൂസ്ഡ് ആവും. കാരണം ഒരുപാട് തരത്തിലുള്ള പുട്ടുപൊടികളുണ്ട് ഇവിടെ. ഓട്സിൻ്റെ പുട്ടുപൊടിയുണ്ട്, പിന്നെ അരിപ്പുട്ടുപൊടിയുണ്ട്, ചെമ്പ, റാഗി, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതിൽ ഏത് വാങ്ങണം എപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ്. ബിരിയാണി അരിയുടെ ഒരു വമ്പൻ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ യൂഷ്വലി ഇന്ത്യ ഗേറ്റിന്റെ ബിരിയാണി അരിയാണ് കേട്ടോ വാങ്ങാറ്. അത് നല്ല ടേസ്റ്റ് ആണേ. ഇവിടെ എല്ലാം റെഡി ടു ഈറ്റ് ഐറ്റംസ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്താൽ മതി. സാമ്പാർ, അവിയൽ, കോക്കനട്ട് റൈസ്, മീൻ പീര, അങ്കമാലി മാങ്ങാക്കറി വരെ ഉണ്ട്. ഫിഷ് മോളി. ഒരുപാട് തരത്തിലുള്ള പിക്കിൾസ് ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് ഇവിടുത്തെ പിക്കിളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പിക്കിൾ ഏതാണെന്ന് പാപ്പിക്കുട്ടും പറയും കേട്ടോ. ഇത് ഫ്രോസൺ ഫുഡ്സ് കിട്ടുന്ന ഏരിയയാണ്. നമ്മുടെ ഇവിടുത്തെ ലൈഫിൽ ഫ്രോസൺ ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒന്നായിട്ട് മാറിക്കഴിഞ്ഞേക്കുക കേട്ടോ. അത് ഹെൽത്തിന് ദോഷമല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. നമുക്കിവിടെ ജോലിയും കിഡ്സിൻ്റെ സ്കൂളും ഒക്കെ ആയിട്ട് ബിസി ആകുമ്പോൾ പലപ്പോഴും നമുക്കിത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. രണ്ടും വേണം. ചക്കക്കുരു, ചക്കക്കുരു, കടലമിഠായി, ബിസ്ക്കറ്റുകളെല്ലാം ഉണ്ട് മോളില്. എവിടെ? നമ്മുടെ ചിപ്സ്, ഇവിടെ നമ്മുടെ ബിസ്ക്കറ്റ്.
നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏരിയ ആണ് കേട്ടോ, ഇന്ത്യൻ സ്നാക്സ് ഒക്കെ ഇരിക്കുന്ന റാക്ക്. ഇവിടെ എല്ലാ ബ്രാൻഡും കിട്ടും, ഒരുപാട് സ്നാക്സ് ഉണ്ട് കേട്ടോ. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത് ജാക്മേ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സ്നാക്സ് ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അഞ്ചു സജസ്റ്റ് ചെയ്തു, അടിപൊളി എന്ന് പറഞ്ഞ പുതിയൊരു ബ്രാൻഡ് വന്നിട്ടുണ്ട്, അതിൻ്റെ സ്നാക്സ് ഒക്കെ നല്ലതാണെന്ന്. എനിവേ നമ്മളത് വാങ്ങിച്ചു, അതിൻ്റെ മിക്സറും കടലമിഠായി ഒക്കെ വാങ്ങിച്ചു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് കുറേ ക്രിസ്മസ് കേക്ക് വന്നിട്ടുണ്ട്. പ്ലം കേക്ക് ഉണ്ട്, മാർബിൾ കേക്ക് ഉണ്ട്, ക്യാരറ്റ് കേക്ക് ഉണ്ട്, പിന്നെ ഡേറ്റ്സിന്റെ കേക്ക് ഉണ്ട് കേട്ടോ. ഇതേ കണ്ടോ, ഇവിടെ കുറേ ഐസ്ക്രീമും കുൽഫിയും ഉണ്ട്, പല ഫ്ലേവേഴ്സും ഉണ്ട്. ഇവിടെ ഫ്രോസൺ വെജിറ്റബിൾസിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഫ്രോസൺ വെജിറ്റബിൾസ് മാത്രമല്ല, നല്ല അടിപൊളി ഫ്രഷ് വെജിറ്റബിൾസും ഇവിടെ കിട്ടും. കോവയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ, വാഴയ്ക്ക, ക്യാരറ്റ്, പലതരത്തിലുള്ള പച്ചമുളകുകൾ, ഇതെല്ലാം ഇവിടെ കിട്ടും കേട്ടോ. ഇതേ നോക്കി, ഒറിജിനൽ ചക്ക വരെ ഉണ്ട്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ചട്ടിയും കലവും പാത്രവും ഒന്നും കൊണ്ടുവരണ്ട കേട്ടോ, എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്യാവശ്യ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു ചടങ്ങും കൂടിയുണ്ട്. എപ്പോഴും നമ്മൾ ഇവിടെ വന്നിട്ട് പോകാൻ ഇറങ്ങുമ്പം ഒരു മസാല ടീ കുടിക്കും കേട്ടോ. കാർഡമം ടീ ഇഷ്ടമുള്ളവർക്ക് അതും ഉണ്ട്. അപ്പോൾ നമ്മൾ ടീ ഒക്കെ വാങ്ങി മുതലാളിയുടെ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഷോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ.